വീണ്ടും താഴ്ന്നിറങ്ങി സ്വർണം, പവൻ വില 70,000-നും താഴെ, യുദ്ധപ്പേടി അകലുന്നു, സമാധാനപാതയിലേക്ക് റഷ്യയും യുക്രൈനും. ആഭരണപ്രേമികളെയും വിവാഹമുൾപ്പെടെ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ, ഗോൾഡ് വാങ്ങാൻ ശ്രമിക്കുന്നവരെയും ആശങ്കപ്പെടുത്തി കഴിഞ്ഞ 4 ദിവസത്തിനിടെ കുത്തനെ കൂടിയ സ്വർണ്ണവിലയിൽ ഗോൾഡ് റേറ്റ് ഇന്ന് ഭേദപ്പെട്ട കുറവ്. കേരളത്തിൽ കേരള ഗോൾഡ് പ്രൈസ് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 8,710 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 69,680 രൂപയുമായി. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഗ്രാമിന് 145 രൂപയും പവന് 1,160 രൂപയും കൂടിയ ശേഷമാണ് ഈ കുറവ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ യുഎസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡി എസ് ക്രെഡിറ്റ് റേറ്റിംഗ് വെട്ടിത്താഴ്ത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുതിച്ചുയരാൻ മുഖ്യ കാരണം. പുറമെ അമേരിക്കയുമായി അനുഭാവപൂർവ്വം ചർച്ചയ്ക്ക് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കുമേൽ വീണ്ടും പകരച്ചുങ്കം റെസിപ്രോക്കൽ ടാരിഫ്സ് ഏർപ്പെടുത്തുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പും സ്വർണ്ണത്തിന് നേട്ടമായിരുന്നു. സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾ, യുദ്ധം തുടങ്ങിയ സാഹചര്യങ്ങളിലെപ്പോഴും സ്വർണ്ണത്തിന് സുരക്ഷിത നിക്ഷേപം, സേഫ് ഹേവൻ എന്ന പെരുമ കിട്ടാറുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് റഷ്യയും യുക്രൈനും സമാധാന ചർച്ചകളിലേക്ക് കടക്കുന്നതും താരിഫ് വിഷയത്തിൽ അമേരിക്ക കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാകുന്നതും സ്വർണ്ണവിലയെ താഴ്ത്തുകയാണ്. ഔൺസിന് $3,235 രാജ്യാന്തര വില നിലവിലുള്ളത് $3,212. ഇന്ന് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ 7 പൈസ താഴ്ന്ന് 85.47 വ്യാപാരം ആരംഭിച്ചത്. രൂപ തളർന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കൂടുതൽ കുറയുമായിരുന്നു. സംസ്ഥാനത്ത് ചില കടകളിൽ 18 കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ഇന്ന് 30 രൂപ കുറഞ്ഞ് 7,180 രൂപയായി. മറ്റു ചില കടകളിൽ വില ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7,140 രൂപയാണ്. വെള്ളിവില ചില കടകളിൽ ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 107 രൂപയായപ്പോൾ മറ്റു ചില ജ്വല്ലറികൾ ഇന്നലത്തെ വിലയായ 107 രൂപയിൽ തന്നെ നിലനിർത്തി. സ്വർണ്ണ വ്യാപാരി അസോസിയേഷനുകൾക്കിടയിൽ വിലനിർണ്ണയത്തിൽ ഭിന്നതയുള്ളതാണ് വ്യത്യസ്ത വിലകൾക്ക് കാരണം.